ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് താമരയുടെ പേരിടും. പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് പുനർചിന്തയുണ്ടായിരിക്കുന്നത്. ജേസൺ ചാമോൾപ്പൽ വിവരങ്ങളുമായി. ജേസൺ, കലോത്സവ വേദിക്ക് താമരയുടെ പേരിടും. ഓരോ വേദിക്കും ഓരോ പൂക്കളുടെ പേരായിരുന്നു അല്ലേ? അപ്പോൾ നേരത്തെ താമര മാറ്റുകയും ചെയ്തിരുന്നു. പിന്നെ എങ്ങനെയാണ് തിരിച്ചെത്തുന്നത്? സ്മൃതി, 24 വേദികൾക്ക് 24 പുഷ്പങ്ങളുടെ പേരാണ് ഇട്ടിരുന്നത്. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം താമരയെ ഒഴിവാക്കിയതിനെതിരെ ഉയർന്നിരുന്നു. ഇന്നലെ തന്നെ മന്ത്രി വ്യക്തമാക്കിയ ഒരു ദേശീയ പാർട്ടിയുടെ ചിഹ്നമായതിനാലാണ് താമര ഒഴിവാക്കിയതെന്ന്. ഈ പശ്ചാത്തലത്തിൽ അതിരൂക്ഷമായ പ്രതിഷേധങ്ങൾ ഇന്നലെ തന്നെ നടന്നിരുന്നു. അതോടൊപ്പം തന്നെ ഈ കലോത്സവം നടക്കുന്ന സമയത്ത് BJPയുടെ യുവമോർച്ചയുടെ ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ നടക്കുമെന്ന സൂചനകളും ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്നലെ പറഞ്ഞ മന്ത്രി ഇന്നത് തിരുത്തിയിരിക്കുന്നു. 15-ാം നമ്പർ വേദിക്ക് ഡാലിയ ഒഴിവാക്കി താമര എന്ന പേരാക്കിയിരിക്കുന്നു. വലിയ പ്രതിഷേധമാണ് ഇതിനെ സംബന്ധിച്ച് ഉയർത്തുന്നത്. ദേശീയ പുഷ്പമായ താമര ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആ പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് ഒഴിവാക്കുന്നതെന്ന് പേര് വീണ്ടും തിരിച്ചുകൊണ്ടിരുന്നെന്ന് മന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കി. ദേശീയ പാർട്ടിയുടെ ചിഹ്നമായതുകൊണ്ട് താമര ഒഴിവാക്കുന്നു എന്നാണല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് പുനഃസ്ഥാപിക്കുമ്പോൾ എന്താണ് വിശദീകരണം? പ്രതിഷേധത്തെ തുടർന്നാണ് ഇപ്പോൾ പുതിയ തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 15-ാം നമ്പർ അത്ര പ്രധാനപ്പെട്ട വേദിയല്ല. പ്രധാനപ്പെട്ട വേദികളിലെ പേരുകൾ മറ്റു പലതുമാണ്. 24 വേദികൾക്ക് 24 പുഷ്പങ്ങളുടെ പേരാണ് ഇട്ടിരുന്നത്. ഇന്നലെ തന്നെ മന്ത്രി ഇതിനോട് പ്രതികരിച്ചത് പ്രതിഷേധങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ദേശീയ പാർട്ടിയുടെ ചിഹ്നമായ താമരയെ ഒഴിവാക്കുന്നതെന്നാണ് മന്ത്രി ഇന്നലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ആ മന്ത്രി തന്നെയാണ് ഇന്ന് അത് മാറ്റി പ്രതിഷേധത്തെ തുടർന്ന് തങ്ങൾ വീണ്ടും ആ പേര് താമര സ്ഥാപിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഇന്നലെ താമരയുമായി യുവമോർച്ചയുടെ പ്രതിഷേധ പ്രകടനം കലോത്സവത്തിന്റെ പ്രധാന സംഘാടകരുടെ യോഗം നടക്കുന്നിടത്തേക്കുണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാ പശ്ചാത്തലത്തിലാണ് ഈ കലോത്സവം ഏറ്റവും ഭംഗിയായി നടക്കേണ്ട കലോത്സവം ഒരു സംഘർഷവേദിയാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ താമര എന്ന പേര് മാറ്റിയിരിക്കുന്നത്. താമര എന്ന പേരിലേക്ക് എത്തിയിരിക്കുന്നത്. BJPക്ക് വഴങ്ങി എന്നുള്ള ഒരു ചിത്തപ്പേര് കൂടി കേൾക്കേണ്ടി വരില്ലേ മന്ത്രി? അത് എങ്ങനെയാണ് വിശദീകരിക്കുന്നത് ജേസൺ? സ്വാഭാവികമായും മന്ത്രിയോട് പറഞ്ഞ് BJPക്ക് വഴങ്ങിയെന്ന് പറഞ്ഞ് അത്തരത്തിൽ BJPക്ക് വഴങ്ങിക്കൊണ്ടാണോ താമര എന്ന പേരിലേക്ക് എത്തുന്നതെന്ന ചോദ്യത്തിന് മന്ത്രി പറഞ്ഞത് പ്രശ്നങ്ങൾ ഒഴിവാക്കണം, കലോത്സവം കുട്ടികൾ പങ്കെടുക്കുന്ന കലോത്സവമാണ്, സംഘർഷം ഒഴിവാക്കണം, അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു പേര് മാറ്റാൻ നിർബന്ധിതമായത്. സ്വാഭാവികമായി കഴിഞ്ഞ കലോത്സവങ്ങളിലും ഈ താമര പേര് ഉണ്ടായിരുന്നില്ല എന്നടക്കമുള്ള പല ന്യായങ്ങളും മന്ത്രി പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇത് വരും ദിവസങ്ങളിൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഇടയാക്കുമെന്ന് കണ്ടുകൊണ്ട് തന്നെ ഇപ്പോൾ താമര ഡാലിയ മാറി ഇപ്പോൾ താമരയായിരിക്കുന്നത് 15-ാം നമ്പർ വേദി. സ്മൃതി, ഈ 15-ാം നമ്പർ വേദി പ്രധാന വേദിയല്ല അല്ലേ? അത്ര പ്രധാനപ്പെട്ട വേദിയല്ല 15-ാം നമ്പർ വേദി. അത് സ്വാഭാവികമായും നാം ഇന്നലെ തന്നെ കരുതിയിരുന്നു. ഇത്തരം പ്രതിഷേധങ്ങൾ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ ഒരു പേരുമാറ്റത്തിലുള്ള സാധ്യത ഇന്നലെ തന്നെ നമ്മൾ കണ്ടിരുന്നു. പ്രധാനപ്പെട്ട വേദികളെല്ലാം പേര് ഒഴിവാക്കിക്കൊണ്ട് 15-ാം നമ്പർ വേദിയിലേക്ക് ഈ പേര് എത്തുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന പരിപാടികൾ ഒരുപക്ഷെ സുരേഷ് ഗോപി താമരയുമായി വേദിയിലേക്ക് എത്തുമെന്നടക്കമുള്ള പ്രചരണങ്ങളും ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു സാഹചര്യത്തിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സ്വാഭാവികമായും നേരത്തെ തന്നെ ഈ തീരുമാനം എടുക്കാമായിരുന്നു. ദേശീയ പുഷ്പമായ താമരയെ എന്തിനു ഒഴിവാക്കുന്നു എന്ന ചോദ്യം സ്വാഭാവികമായി ഉയർന്നതാണ്. അത്തരത്തിൽ അതിലൊരു രാഷ്ട്രീയം കണ്ടുവെന്ന് തന്നെയാണ്, തുടക്കത്തിൽ തന്നെ രാഷ്ട്രീയം കണ്ടുവെന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു പേരുമാറ്റത്തിലേക്ക് പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കുറച്ചും കൂടി അവധാനതയോടുകൂടി കാര്യങ്ങൾ നടന്നിരുന്നെങ്കിൽ സ്വാഭാവികമായി ഇത്തരം ഒരു പ്രശ്നം ഒഴിവാക്കാൻ കോഴി ഫാമിലിയിലുള്ള വേദിയാണ് ഡാലിയ എന്ന് പറയുന്നത്. അവിടെ മാപ്പിളപ്പാട്ട്, അതുപോലെ തന്നെ ചെണ്ടമേളം, പിന്നെ തായമ്പക, ഓടക്കുഴൽ, നാദസ്വരം, ട്രിപ്പിൾ ജാസ് തുടങ്ങിയ കലോത്സവത്തിലെ ഇനങ്ങളാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ര പ്രധാനപ്പെട്ട ഒരു വേദിയല്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്കൂളിനകത്തെ ഒരു വേദിയെ പേര് ഡാലിയ എന്ന് മാറ്റി സ്വാഭാവികമായി ഹോളി ഫാമിലി താമരയിലേക്ക് മാറുന്നത്. ഏതായാലും പ്രതിഷേധം ഭയന്നുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ പ്രതിഷേധത്തിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇത്തരം ഒരു പേരുമാറ്റത്തിലേക്ക് വന്നത്. ഒരു ചീത്തപ്പേര് കൂടിയായിരിക്കും. സ്വാഭാവികമായി ഏതെങ്കിലും ഒരു പേരിക്ക് നേരത്തെ തന്നെ ഈ പേരിടാമായിരുന്നു. അത് ഒഴിവാക്ക്, അത് ചെയ്യാതെ പ്രതിഷേധം ഒന്നോടുകൂടി മുട്ടുമടക്കി എന്ന സ്ഥിതിയിലേക്ക് കലോത്സവ വേദിയിൽ താമര കൂടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ.